നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെആർ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ യുവതിയെ കോറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാരാത്തുകുന്ന് സ്വദേശി രാംദാസിന്റെ ഭാര്യ 48 വയസ്സുകാരി സുമതിയെയാണ് വീടിന് സമീപത്തെ കോറിയിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഭാരതപ്പുഴയിൽ 7 വയസ്സുകാരി മുങ്ങി മരിച്ചു. ഭാരതപ്പുഴയിലെ ചെങ്ങണാംകുന്ന് കടവിൽ ബന്ധുക്കളോടൊപ്പം വെള്ളത്തിൽ കുളിക്കുന്നതിനിടെ മുണ്ടക്കോട്ടുകുരിശി സ്വദേശി അജേഷിന്റെ മകൾ വേദ അബദ്ധത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. കുട്ടിയെ ഉടൻ തന്നെ ദേശമംഗലം കൂട്ടുപാതയിലെ ക്ലിനിക്കിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോൾപ്പാടങ്ങളിൽ ഉഴുന്ന് ഇടവിള കൃഷി വിളവെടുപ്പിനൊരുങ്ങുന്നു. കേരളത്തിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ മുണ്ടൂർ താഴം, പേരാമംഗലം കറുക കോൾ പടവുകളിലെ 100 ഏക്കറിലാണ് ഉഴുന്ന് ഇടവിള കൃഷി ഇറക്കിയത്. 2.5 മാസം കൊണ്ട് ചാണകപ്പൊടിയും കളനാശിനികളും ഉപയോഗിച്ചാണ് കൃഷി പൂർത്തിയാക്കിയത്. വിളവെടുക്കുന്ന ഉഴുന്ന് കിലോയ്ക്ക് 65 രൂപ നിരക്കിൽ സംഭരിക്കാൻ ഇസാഫ് ബാങ്ക് തയ്യാറായതോടെ കൃഷി വൻ വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ചെറുതുരുത്തിയിൽ CPIM പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസിന്റെ പ്രചരണ ബോർഡുകളും കൊടിമരങ്ങളും നശിപ്പിച്ചതായ പരാതിയിൽ 8 പേർക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലും ഓഫീസിലും ED പരിശോധന നടത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു CPIM പ്രകടനം നടത്തിയത്. വളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിലാണ് ചെറുതുരുത്തി പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്.